നമുക്ക് ജീൻസിൻ്റെ ജാക്കറ്റൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ ജീൻസിൻ്റെ ജാക്കറ്റിന് കുറച്ച് പൈസ വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലുള്ള ഈ പഴയ ജീൻസ്, നമ്മൾ യൂസ് ചെയ്യാത്ത ജീൻസൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നമുക്ക് ജാക്കറ്റ് തുന്നാം. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇതുപോലെ പഴയ ജീൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ മടക്കി രണ്ടാക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഓർഡറിലാക്കിയിടാം. നമ്മുടെ അളവിലുള്ള ജീൻസ് പറ്റില്ല, നമ്മുടെക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ളവരുടെ ജീൻസ് വേണം കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ജീൻസിൻ്റെ താഴ്ഭാഗത്തു നിന്ന് തൊട്ടിട്ടാണ് കേട്ടോ നമ്മൾ അളവെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ സ്ലീവിന് വേണ്ടിയിട്ട് 14 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രത്തോളം നമുക്ക് സ്ലീവ് വേണോ അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നീളം എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇപ്പോൾ ബോഡി പാർട്ടിലോട്ടുള്ളതാണ് എടുക്കുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ഇറക്കം വേണോ അതിനനുസരിച്ചൊക്കെ എടുക്കുക. തയ്യൽ തുമ്പ് കൂടുതൽ എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡറാണ്. നമുക്ക് എത്ര ഷോൾഡർ വേണോ അത്രത്തോളം നമ്മൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ആ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൈക്കുഴി എന്തോളത്തോളം വേണോ അതുപോലെ മാർക്ക് ചെയ്യുക. ഒരു 7 ഇഞ്ച് കറക്റ്റ് ഫിറ്റിങ്ങിലായിട്ട് വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഇഞ്ചായിട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് ഫുള്ളും താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നെക്ക് ലൈനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് ഇറക്കവും എടുത്തിട്ടുണ്ട്. നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെക്ക് ലൈൻ മാത്രം നമ്മുടെ ബാക്കിനും ഫ്രണ്ടിനും രണ്ട് ടൈപ്പാണ്. ഫ്രണ്ടിന് മാത്രമാണ് നമ്മൾ ഇതുപോലെ 3/4 ഇഞ്ച് ഇറക്കിയിട്ട് ഇറക്കെടുത്തിട്ട് വെട്ടുന്നുള്ളത്. അതുകൊണ്ട് അത് മാത്രം ഫ്രണ്ടിൻ്റെ മാത്രം നമ്മളത് വെട്ടിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ബാക്കി ആം ഹോളും സൈഡും ഒക്കെ നമുക്ക് രണ്ടും ഒരേപോലെ തന്നെ വെട്ടിയെടുക്കാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം. ഞാനിതിൻ്റെ നെക്ക് ലൈൻ വെട്ടിയിട്ടില്ല. നമുക്കത് രണ്ടും മാറ്റിയെടുത്തതിന് ശേഷം ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അതിന് മുമ്പ് നമ്മൾ രണ്ട് ഭാഗം ഫ്രണ്ടിൽ ഓപ്പൺ അല്ലേ, അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് അത് കട്ട് ചെയ്യുക. ഇത് നമുക്ക് നെക്ക് ലൈൻ കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിലും കട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല. അടുത്തായിട്ട് നമ്മൾ സ്ലീവിനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെടുക്കാം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കൈക്കുഴിക്ക് വരയ്ക്കില്ലേ, അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ട് താഴത്തോട്ട് ഇറക്കി വെട്ടിയിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം കേട്ടോ, ചെരിച്ച് വരച്ചിട്ട്. നമ്മൾ ഇതുപോലെ കോട്ടും അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ബ്ലൗസും തയ്ക്കണ പോലെ കറക്റ്റ് അളവിലൊന്നല്ല തയ്ക്കുക, കുറച്ച് ലൂസായിട്ടൊക്കെ തയ്ക്കുക. അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കൈയുടെ താഴത്തെ വണ്ണാട്ടം എടുത്തിട്ടുള്ളത് നമ്മൾ അളവിലെടുത്തിട്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കാം. ഞാൻ പിന്നെ ജീൻസിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ ഒരു എംബ്ലോ അതുപോലത്തെ പേരൊന്നും ഉണ്ടാവില്ലേ, അതിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അത് വെറുതെ അതിൻ്റെ ഫ്രണ്ടിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. നെക്ക് ലൈനിൽ ഫേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഗ്യാപ്പ് വീതിയിലുള്ള ഒരു പീസ് ഇങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ. കട്ടിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് തയ്ക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ്. അതിൽ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൻ്റെ ഓപ്പണിംഗ് ഇല്ലേ, അവിടെ ഇതുപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ 2 സൈഡിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും തിരിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് നെക്ക് ലൈൻ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടില്ലേ, അത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തയ്ക്കാം. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ തയ്ച്ച് വെച്ചിട്ടുള്ള ആ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് നെക്ക് ലൈനിൽ വെച്ചിട്ട് ചെയ്യാം. ഇത് ക്രോസ് പീസ് ഒന്നല്ല, വെറുതെ നമ്മൾ നേരെ വെട്ടിയെടുത്തേക്കുന്നതാണ്. ഇത് നമ്മൾ ഇതുപോലെ കഴുത്തിൻ്റെ അവിടെ വെച്ചത് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയടിക്കാം.
ഇതുപോലെ നമ്മൾ തയ്ച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ മടക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, മര്യാദയ്ക്ക് ഇരിക്കില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മടക്കിയിട്ട് രണ്ടറ്റത്തും നന്നായിട്ട് മടക്കി കറക്റ്റ് ഫിനിഷിങ്ങിൽ ചെയ്തതിന് ശേഷം നമുക്ക് മടക്കിയടിക്കാം. എത്രത്തോളം വീതി നമുക്ക് വേണമെന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ പീസ് വെട്ടിയെടുക്കുമ്പോൾ വീതി കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ. അടുത്തായിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് സ്ലീവാണ്. സ്ലീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് വെറുതെ ഒന്ന് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്കും തയ്ച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്ലീവ് കൂടി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗത്ത് എത്രത്തോളം നമുക്ക് വീതി വേണോ അവിടെ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം വരെ, നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗം വരെ ഒന്ന് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് തയ്ച്ചു കൊടുക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കറക്റ്റ് ഫിറ്റിങ്ങിൽ തയ്ക്കരുത് കേട്ടോ, കുറച്ച് ലൂസായിട്ട് തയ്ച്ചോളൂ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പീസ് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തില്ലേ ജീൻസിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന്, അത് ഇതുപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ മതി കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ ജാക്കറ്റിൻ്റെ താഴ്ഭാഗം നമ്മൾ അടിച്ചിട്ടില്ലേ, അതൊന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇതിൻ്റെയൊക്കെ തയ്യൽ തുമ്പ് നമ്മൾ ആദ്യമേ വിടണം കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ 3 ലൈൻസ് വരച്ചു കൊടുക്കുന്നത്, ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കീറി പോലെ ചെയ്യാനാട്ടോ. കത്രിക്കോ കട്ടർ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ നൂലുകളൊക്കെ ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പം നമുക്കിതുപോലെ കീറിയ പോലത്തെ ജീൻസൊക്കെ കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ട്രൈയും ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.